ദൈവം ഒരിക്കലും നമുക്ക് സ്വന്തം സമയം തരത്തില്ല. ഇറ്റ് ഈസ് ആൻ അൺസീസിങ് ഫെലോഷിപ്പ്. ഇഫ് യു വർഷിപ്പ് ദ ലോർഡ്, യു ഹാവ് ടു വർഷിപ്പ് ഹിം കണ്ടിന്യൂവലി ആൻഡ് വിതൗട്ട് സീസിങ്. വിട്ടുപോകാതെ, ഇടവേളകളില്ലാതെ. നോ, യു ഹാവ് ടു ഗിവ് ദ ഹോൾ ടൈം, ദ ഹോൾ മണി, ദ ഹോൾ പവർ, ദ ഹോൾ ഹെൽത്ത്, എവ്രിതിങ്. ആൻഡ് ഗോഡ് ഡിസേർവ്സ് ഇറ്റ് ബിക്കോസ് ഹി ഹാസ് ഗിവൺ ഇറ്റ്. അവനെ തന്നു, അല്ലാതെ തന്നത്. ഓൾ ദ മണി യു ഹാവ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ജീസസ്. ഓൾ ദ മണി, ഓൾ ദ ടൈം, നമുക്കുള്ള മുഴുവൻ സമയം ആരാ തന്നത്? ദൈവമാണ് തന്നത്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. If it is given by God, you should be a good steward. Time is not yours, money is not yours, your health is not yours, your beauty is not yours. Nothing of the things that you possess, it is not yours. It all belongs to Jesus, and you have to be good stewards of all the things that you are having. Everything. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈയിറക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലെയും we have just stewards. And what right you have to use it for Satan? You have no right to use the time for Satan. You have no right to use the time for gossip, because time is not yours. അപവാദം പറഞ്ഞു വരുത്താനായിട്ട് സമയമെടുക്കാൻ നിനക്ക് അവകാശമില്ല. കാര്യം നിന്റെ സമയമല്ലല്ലോ. ഇന്റർ എമിറേറ്റും ഇന്റർനാഷണൽ കോളും വിളിച്ചത് ടെലിഫോണിൽ കൂടെ അന്യോന്യം വഴക്കുണ്ടാക്കാനും ഗോസിപ്പ് പറയാനും നിനക്ക് പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് മണി ഈസ് നോട്ട് യുവേഴ്സ്. യു ഹാവ് ടു ഗിവ് ദ ഹോൾ തിങ് ഫോർ ദ ലോർഡ് with all your strength, not just something. All your strength, the money, the influence, the talent. Influence. We all have some kind of influence. ആളുകളുമായിട്ടൊക്കെ നമുക്ക് എത്ര ആളുകളുമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് വെൻ വി ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്, നോർമലി വി ഡു വാട്ട് കൈൻഡ് ഓഫ് നമുക്ക് അതുകൊണ്ട് എന്തോ ഗുണം ഉണ്ടാക്കാൻ പറ്റുന്നു. അത് മനുഷ്യനെ നാച്ചുറലി ക്യാപിറ്റലിസ്റ്റ് മൈൻഡിനാണെന്ന് അറിയാമോ. സം ഹൗ ഐ വിൽ എക്സ്പ്ലോയിറ്റ് യു. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു കീപ് യുവർ സെൽഫ്. ഞാൻ എങ്ങനെങ്കിലും നിന്നെ നിന്റെ നിന്ന് പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റാൻ ഞാൻ പരിശ്രമിക്കും. നിന്റെ ജോലിയാണത് തരാതിരിക്കുക എന്നുള്ളത്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് മൈൻഡിൻ്റെ പ്രത്യേകത. And we do the same thing. All the influence, we use it for our benefit, our material benefit, benefit that will enrich us to live in this world in in a better way. That's all. And we are not using it for the kingdom of God. We are not using it for the kingdom of God. നമ്മൾ മനസ്സിലാക്കണം, everything that we have. കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടായിക്കോളൂ. അനീതിയുള്ള മാമോൻ. ഞാനിങ്ങനെ ദൈവസന്നിധി നിന്ന് പറഞ്ഞു, എന്ത് വാട്ട് ഈസ് ദി അൺറൈറ്റിയസ്നെസ് ഇൻ മണി? എവറി ടൈം വി ഹിയർ മണി ഈസ് എ നെസസറി ഈവിൾ. ഇതൊക്കെ കേട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? നെസസറി ഈവിൾ എന്നുള്ളതല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതിയുള്ള മാമോൻ. ഇറ്റ് ഈസ് an unrighteous mammon. Money is unrighteous. What is the unrighteousness in that? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് കൂട്ടിവെക്കാൻ പറ്റുന്നത്. അതിനു മുമ്പ് മനുഷ്യന് ഗ്രാബ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിനു മുമ്പ് നമുക്ക് സ്വത്തുണ്ടായിരുന്നു, നമുക്ക് നെല്ലുണ്ടായിരുന്നു, പശുവിനെ കറക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അല്ലെങ്കിൽ പാലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ഉണ്ടായിരുന്നു. എവറി കൺസ്യൂമർ ഐറ്റം വി ഹാഡ്. പക്ഷേ ഇതെല്ലാം ഒരു സീസണിലേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ഏത് മനുഷ്യന് ഉപകാരമുള്ള സകല വസ്തുക്കളെയും അവൻ ഒരു സീസണിലേക്കേ വെച്ചിട്ടുള്ളൂ. നീ അണ്ടർസ്റ്റാൻഡ്? ഒരു സീസൺ കഴിയുമ്പോൾ അത് പോയി. 2 കൊല്ലം അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നെല്ല് പോയി. 3-4 കൊല്ലമൊക്കെ കുരുമുളക് ഇരിക്കുമായിരിക്കും. ബട്ട് ആഫ്റ്റർ സം ടൈം അത് പോയി. ഏത് സാധനവും, മനുഷ്യന് ഉപയോഗമുള്ള ഏത് സാധനവും കുറച്ചു കാലം കഴിയുമ്പോൾ അതിനകത്ത് തന്നെ എന്തുണ്ട്? ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷെ പൈസ കണ്ടുപിടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? മനുഷ്യൻ എന്ത് ചെയ്തു? ഹി സോൾഡ് ഇറ്റ് ആൻഡ് കെപ്റ്റ് ദാറ്റ് മണി ഫോർ ഹിംസെൽഫ്. പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇവനിത് ഷെയർ ചെയ്യല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. എനിക്കിപ്പം 12 പശു കൊണ്ടെന്ന് വെച്ചു, ഞാനിത് പാല് കടന്നു വെച്ചിട്ട് എനിക്കിവിടെ എന്തോ വെച്ചേക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എക്സസ് വന്നാൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ? കൊടുത്ത് തീർക്കുകയേ ഉള്ളൂ. ഷെയർ ചെയ്യല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമൊന്നും ഇല്ല. മണി ഇല്ലെങ്കിൽ, പൈസ എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊടുത്തേ പറ്റുള്ളൂ. എൻ്റെ പശുവിൻ്റെ പാല് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരുത്തിൻ്റെ അടുത്തുനിന്ന് കോഴിയുടെ മുട്ട വാങ്ങിക്കുന്നു. ബാർട്ടർ സിസ്റ്റം ഒക്കെ ആണെന്നുള്ളത് ഇല്ലേ? പക്ഷേ മനുഷ്യൻ്റെ ജീവിതം എന്ത് സുഖമായിരുന്നു. എവരിബഡി ഗെറ്റ്സ് എവരിതിങ്. പക്ഷേ പണം കണ്ടുപിടിച്ചതോടുകൂടെ എന്ത് ചെയ്തു? മനുഷ്യൻ ഇത് ഗ്രാബ് ചെയ്യാൻ, സൂക്ഷിച്ചു വെക്കാൻ. ആൻഡ് ദ സേറ്റൻസ് ലൈ. എന്താ നമ്മളുടെ പണം? ഇറ്റ് ഈസ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കൊണ്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം നിങ്ങൾ കണ്ടുണ്ടോ? നമുക്ക് അടുക്കളയെ പിച്ചാത്തി കറിക്കറിയാൻ നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ട് പിച്ചാത്തി ഉണ്ടാക്കിയ പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് ഇടിമുണ്ടെങ്കിലേ പറ്റൂ. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കൊണ്ട് വേറെ എന്ത് ഗുണം? ഒരു ഗുണവും കാണത്തിരിക്കാനും ദൈവം ഉണ്ടാക്കിയ എന്തെങ്കിലും ഗുണം കാണാതിരിക്കുന്നത് ഞാൻ പറയുന്നില്ല. നോർമൽ ലൈഫിൽ ഗോൾഡ് ഈ സൂക്ഷിച്ചു വെക്കാനല്ലാതെ വേറെ എന്തെങ്കിലും സാധനത്തിന് കൊള്ളാവും? കന്മി നാച്ചുറലി ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനം. പക്ഷേ ആ ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വിലയുള്ള സാധനം. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാവും. അതാണ് ഡിസപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസപ്ഷൻ.
അതാണ് സാത്താൻ്റെ വഞ്ചന. ലോകത്തെ സാത്താൻ വഞ്ചിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഈ പണം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്തേ പറ്റുള്ളായിരുന്നു? ഷെയർ ചെയ്തേ പറ്റുള്ളായിരുന്നു. അത് ഈ നമ്മൾ ഉപയോഗമുള്ള വസ്തു കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന എന്താണ്? ഉപയോഗമില്ലാത്ത ഗോൾഡ്, ഉപയോഗമില്ലാത്ത കടലാസ്. എൻ്റെ ഉള്ള 10 രൂപ നോട്ട് 10 ദിറം കൊണ്ട് എനിക്ക് ഈ ദിറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 500 ദിറം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിന് മണ്ടയ്ക്ക് കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുകൊണ്ട് കട്ടിൽ വാങ്ങിച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതെനിക്ക് തിന്നാൻ പറ്റുമോ? ഇതെനിക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് കൊടുത്ത് കാശ് കൊടുത്ത് വെൻ ഇറ്റ് ഈസ് ഇതിപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ പേപ്പർ. ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ ഐ സ്പെൻഡ് ഇറ്റ്. ഇത് ചിലവാക്കാത്രത്തോളം കാലം ഇത് പണമല്ല. ഇതിനെ പണമെന്ന് വിളിക്കുന്നവൻ വിഡ്ഢിയാ. ഇറ്റ് ഈസ് നോട്ട് മണി. ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ യു സ്പെൻഡ് ഇറ്റ്. ഇല്ലേ? ശരിയാണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്ത്? അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടായിക്കൊള്ളൂ. സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം. ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞൊരു വാചകമുണ്ട്. ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. അപ്പോൾ സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നറിയാമോ? അത് തീരുമ്പോൾ വെൻ യു സ്പെൻഡ് നാച്ചുറലി ഇത് തീരും. അല്ലേ? സ്പെൻഡ് ചെയ്താൽ തീരുന്ന സാധനമാണ് പൈസ. അല്ലാതെ സ്പെൻഡ് ചെയ്താൽ കൊടുക്കുന്തോറും ഏറുന്ന സാധനമല്ല എന്തുവാ ഈ പൈസ. അത് നമ്മളുടെ ക്രൂസേരി മാത്രമേ ഉള്ളൂ എന്തുവാ കൊടുക്കുന്തോറും ഏറുന്നത്. ഇല്ലേ? കൊടുക്കുന്തോറും എന്ത് ചെയ്യുന്നതാണിത്? തീരുന്നതാണ്. പക്ഷെ ഇത് തീരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മത്തായിയുടെ സുവിശേഷം പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സലിവുള്ളവനായി തീരുവിൻ. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സലിവ് കൊടുത്താൽ മനസ്സലിവ് കിട്ടുമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സലിവുള്ളവനായാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്തോ കിട്ടും? മനസ്സലിവ് കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. നമുക്കതല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളങ്ങ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടേ ഇനി കൊടുക്കുന്ന ഞാൻ പറഞ്ഞത് കൊടുക്കും തോറും തീരുന്ന കാര്യമാണ് എന്തുവാ പണം എന്ന് പറയുന്നത്. പക്ഷെ തീരുമ്പോൾ എന്തുണ്ടാകുമെന്ന് അറിയാമോ? അവർ അത് തീരുമ്പോൾ എന്തോ തീരുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ തീരുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളും. ആര്? നിങ്ങൾ ഈ പണം കൊടുത്ത് ആരെ സ്നേഹിതരാക്കിയോ അവരവിടെ ചെല്ലുമ്പോൾ പറയും, ഹായ് കമോൺ വെൽക്കം, നിന്റെ പണം സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞത്. നൗ ഐ ആം ഇൻ ഹെവൻ, കമോൺ വെൽക്കം. അവിടെ നമ്മളെ സ്വീകരിക്കാൻ സ്നേഹിതര് കാണും. എന്ത് ചെയ്താൽ? അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുക. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുക. ഞാൻ പറയട്ടെ, സാത്താൻ്റെ ഡിസെപ്ഷനിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ട് പോകരുത് പ്രിയമുള്ളവരെ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതല്ല. നമ്മുടെ പൂർണ്ണ ശക്തിയോടെ, അതേ പറഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. പൂർണ്ണ ശക്തിയോടെ വെൻ യു വർഷിപ്പ് ഗോഡ്, വെൻ യു സെർവ് ഗോഡ്, യു ഹാവ് ടു സെർവ് ഹിം വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, all the money you have, all the time you have, all the talents you have, all things that you have, all the things you possess. You are not the owner of it. You are just yours. And you have no right to use it for your own benefit. And because it is not your money, it is not your time, it is given by God. ആരാ നമുക്ക് തന്നത്? കർത്താവ് തന്നതാണ്. കർത്താവ് തന്ന കാര്യം വേറൊരു കാര്യത്തെയോ വേറൊരാളെയോ സേവിക്കാൻ എന്ന് പറയുമ്പോൾ അതുകൂടെ പറഞ്ഞിരുന്നു, സമയം പോലെ ഞാൻ പറയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പണത്തെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. പ്രയാസമാണെന്നല്ല പറഞ്ഞത്. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമോൻ അറ്റ് എ ടൈം. ഒരേ സമയത്ത് മാമോനെയും കർത്താവിനെയും സേവിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നല്ല, കഴിയത്തില്ല. അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പണത്തെ എങ്ങനെയാണ് സേവിക്കുന്നത്? നമ്മളങ്ങനെ പണത്തെ സേവിക്കും. പണം നമ്മളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? വെൻ വി സ്പെൻഡ് ഇറ്റ് സെർവ്സ് us. ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതെന്നെ സെർവ് ചെയ്യുകയാണ്. ഈ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഐ സെർവ് മണി. യു അണ്ടർസ്റ്റാൻഡ്? ബിക്കോസ് ഐ വോണ്ട് ടു കീപ് ഇറ്റ്. ഞാൻ ഈ പണത്തെ സെർവ് ചെയ്യുന്നതെന്നറിയാമോ? വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, അത് ബാങ്കിൽ കിടന്നാലും പോക്കറ്റിൽ കിടന്നാലും എവിടെ കിടന്നാലും, വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, വെൻ സംഹൗ ഐ വോണ്ട് ടു കീപ് മണി, വെൻ സംഹൗ ഐ വോണ്ട് ടു മേക്ക് മോർ മണി, ഇതെല്ലാം ചെയ്യുന്നത് അറിയാമോ? ഐ ആം സെർവിങ് മണി. അപ്പോഴെല്ലാം ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ പണത്തിൻ്റെ കാര്യം ഇങ്ങനെ കൺസേൺഡ് ആയിട്ട് എൻ്റെ പോക്കറ്റ്, അല്ലെങ്കിൽ അത് ഇപ്രാവശ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് മറ്റേനകത്ത് കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്തുണ്ടല്ലോ, യു നോ വാട്ട് ഹാപ്പൻസ്? വി സെർവ് മണി. കർത്താവ് പറഞ്ഞു, വെൻ യു സെർവ് മണി യു കനോട്ട് സെർവ് ഗോഡ്. ഇഫ് യു സെർവ് മണി യു കനോട്ട് സെർവ് ഗോഡ്. വെൻ യു ആർ കൺസേൺഡ് അബൌട്ട് മണി യു ക്യാൻ നെവർ സെർവ് ഗോഡ്. കാര്യം കുറച്ച് നേരമൊക്കെ പോകുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിനെ വിട്ടേച്ച് ഒന്നിൻ്റെ പുറകെ പോകും. ഒന്നുകിൽ നിങ്ങൾ കാശ് കളഞ്ഞേച്ച് ദൈവത്തിൻ്റെ പുറകെ പോകും, അല്ലെങ്കിൽ ദൈവത്തെ കളഞ്ഞേച്ച് പൈസയുടെ പുറകെ പോകും. ഇതൊരു ഫാക്റ്റ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സർവശക്തനായ ദൈവം തമ്പുരാൻ അവൻ്റെ സ്വന്തം വായി കൊണ്ട് അരുളി ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. സോ ഇഫ് യു സെർവ് യുവർ ലോർഡ്, then certainly you have to serve him with all strength.
മുഴുവൻ ശക്തിയോടെയും കൂടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ബെസലേലിൻ്റെ മേൽ പകർന്ന ആത്മാവല്ല യോശുവയുടെ മേൽ. ബെസലേലിന് ഒരു കാര്യം ചെയ്യാനായിട്ട് കർത്താവ് ഒരു പ്രത്യേക സമയത്തേക്ക് അവൻ ആത്മാവിനെ കൊടുത്തു. അത് തീർച്ചയായിട്ടും ദൈവാത്മാവ് തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറവുള്ളതാണ്. എന്നാൽ യോശുവയ്ക്ക് അങ്ങനെ ഒരു ആത്മാവ് പോരാടുന്നു. എൻ്റെ ആത്മാവുള്ള പുരുഷനായി അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം വസിച്ചിരുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മനിയന്ത്രിതമായ കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവന് പറ്റത്തുള്ളായിരുന്നു. അവന് ഒത്തിരി എൻകറേജ്മെൻറ്റ് വേണമായിരുന്നു. അവന് വലിയ കഴിവുണ്ടായിരുന്നു. സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവൻ പൂർണ്ണമായി പിൻപറ്റുന്നത് പൂർണ്ണമായി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവെത്തി. ഇന്ന് രാത്രി നമ്മൾ കേട്ട ഒരൊറ്റ കാര്യം, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. നമ്മുടെ വകയല്ല നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ഹെൽത്ത്. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇഫ് ഐ work hard, then certainly I'm going to lose my health and I cannot bear it. So I cannot spend that much time, that much money, that much. എന്താ പറയാൻ നമുക്ക് അവകാശം? ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്. അത്രയും എന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം? ഇഫ് യു സേ the money belongs to you, you are a liar. It is not your money. God has given. ടൈം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. ആരോഗ്യം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ മുഴുവൻ പണവും മുഴുവൻ ആരോഗ്യവും മുഴുവൻ സമയവും മുഴുവൻ ജീവിതവും നീ എനിക്ക് തരണം. സെർവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി പലതും റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു മരിച്ചവനെ പോലെ എൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തും നിനക്ക് വിട്ടുതരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് മുഴുവൻ സ്ട്രെങ്ത്തും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നിൽ ജീവിക്കുന്നുണ്ട്. ഐ ലിവ് ഇൻ മൈസെൽഫ് ആൻഡ് ഐ ഓൾവേസ് കീപ് സം സ്ട്രെങ്ത് ഫോർ മൈസെൽഫ്. കർത്താവിനോട് നമുക്കൊന്ന് കൺഫസ് ചെയ്യാം, കർത്താവ്, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി എൻ്റെ സ്ട്രെങ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ. ഇന്ന് രാത്രിയിൽ കർത്താവെ, എൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തും ദൈവത്തോട് കരങ്ങളെ ഉയർത്തി പറ, കർത്താവെ, എൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തും എൻ്റെ മുഴുവൻ ശക്തിയും എൻ്റെ മുഴുവൻ സമയവും എൻ്റെ മുഴുവൻ പണവും എൻ്റെ മുഴുവൻ താലന്തുകളും എൻ്റെ മുഴുവൻ ഇൻഫ്ലുവൻസസും എൻ്റെ മുഴുവൻ ശരീരവും ഞാൻ നിനക്ക് തരുന്നു. ദൈവമേ കർത്താവേ,